നമസ്കാരം, എല്ലാവർക്കും രുചിമഴത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു 3 റെസിപ്പി വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് നൂഡിൽസിൻ്റെ ഒരു റെസിപ്പിയാണ്. സാധാരണ നമ്മൾ മേടിക്കുന്ന നൂഡിൽസ് വെച്ചിട്ടുള്ള റെസിപ്പി അല്ല ഞാനിവിടെ പറയുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നൂഡിൽസ് എങ്ങനെ തയ്യാറാക്കിയെടുക്കുക, അതായത് ഹോം മെയ്ഡ് നൂഡിൽസ് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ള വീഡിയോ ആണ്. അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് നൂഡിൽസൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു മസാലയുടെ ഒരു പാക്കറ്റ് ഉണ്ടാവും. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് ഹെൽത്തി ആണോ എന്നൊക്കെ നമുക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. അതിൽ അവരെന്തൊക്കെയാണ് ചേർക്കുന്നത്, അതിൽ വല്ല കെമിക്കൽസ് ചേർക്കുന്നുണ്ടോ ടേസ്റ്റിന് വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ നമുക്ക് കുറേ ഡൗട്ടുകളുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ആ മസാല വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. ഒരു 14 മസാലക്കൂട്ടുകൾ ഒന്നിച്ച് ചേർത്തിട്ടാണ് നമ്മൾ ഈ മസാല തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയും കൂടെ ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ നൂഡിൽസും അതേപോലെ തന്നെ ആ മസാലയും ചേർത്തിട്ട് എങ്ങനെയാണ് നൂഡിൽസ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ള ഒരു റെസിപ്പിയും കൂടെ ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിപ്പി വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ എന്നും പറയാനുള്ളത് പോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാനിവിടെ തയ്യാറാക്കുന്നത് മസാലയാണ്. നമ്മുടെ നൂഡിൽസിൽ ചേർക്കുന്ന മസാലയാണ് നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. നൂഡിൽസ് മസാല തയ്യാറാക്കാനായിട്ട് 14 തരം മസാലക്കൂട്ടുകളാണ് വേണ്ടത്. ഇതെല്ലാം തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. മാത്രമല്ല ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ അതും എങ്ങനെയാണെന്നുള്ളത് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിലെടുത്തിരിക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി എടുക്കുന്ന പൊടികളെല്ലാം തന്നെ നമ്മൾ 1 ടീസ്പൂൺ വെച്ചിട്ടാണ് എടുക്കുന്നത്. 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഓണിയൻ പൗഡർ, അതായത് ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തതാണ് ഓണിയൻ പൗഡർ. അതിനായിട്ട് ഞാനിവിടെ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഇതേപോലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. അതിനുശേഷം നല്ല വെയിലത്ത് വെച്ചിട്ട് ഒരു 2 ദിവസം ഞാൻ നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കിതിനെ നന്നായിട്ട് ഇതേപോലെ ഒരു ചെറിയൊരു മിക്സിയുടെ ജാറിലെടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ ഓണിയൻ പൗഡർ നമ്മൾ ഇതേപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, അതും ഇതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഗാർലിക് എടുത്തിട്ട് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി ഇതേപോലെ പൊടിച്ചെടുത്തതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റിലും ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് ആംചൂർ പൗഡർ അല്ലെങ്കിൽ ഡ്രൈ മാംഗോ പൗഡർ, അതായത് പച്ചമാങ്ങ ഉണക്കി പൊടിച്ചെടുത്തതാണ്. ഇതും ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. അതിനായിട്ട് 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോല് അടക്കം നമുക്ക് ചെത്തി ഇതേപോലെ നന്നായിട്ട് 2 ദിവസം നല്ല വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒരു ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതേപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ അതും നമ്മൾ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലെടുക്കുന്നത് ചുക്ക് പൊടിയാണ്, 1 ടീസ്പൂൺ ചുക്ക് പൊടി. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടിയാണ്. അത് വൈറ്റ് എടുത്താലും ബ്ലാക്ക് എടുത്താലും കുഴപ്പമില്ല. അവസാനമായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. അപ്പോൾ ഇത്രയും 14 മസാലക്കൂട്ടുകൾ ചേർത്തിട്ടാണ് നമ്മൾ ഈ നൂഡിൽസ് മസാല തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് വീട്ടിലും തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ മാർക്കറ്റിലും ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതേപോലെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് ഈ ഓരോ മസാലപ്പൊടികളും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. എന്നാലും കൂടുതൽ നന്നായിട്ടൊന്ന് മിക്സായി വരണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് എല്ലാ പൊടികളും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല അടപ്പ് മുറുക്കമുള്ള ഏതെങ്കിലും ഒരു ഡബയിൽ അല്ലെങ്കിൽ ടിന്നിലൊക്കെ എടുത്ത് വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് നാൾ കേടുകൂടാണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന അതേ മസാലയുടെ സെയിം ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് വീട്ടിലിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന മസാലയ്ക്കും ഉള്ളത്.
ഓക്കെ, അപ്പം നമ്മൾ ഹോം മെയ്ഡ് നൂഡിൽസ് മസാല റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹോം മെയ്ഡ് നൂഡിൽസ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നൂഡിൽസ് തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ആട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു കളർ കിട്ടാനായിട്ട് ഞാൻ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ചേർത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കണമെന്ന് നിർബന്ധമില്ല. അതിന് പകരം നിങ്ങൾക്ക് ഓയിൽ, ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഏതായാലും കുഴപ്പമില്ല. ഒരു ഓയിൽ യൂസ് ചെയ്യുക. 1 ടീസ്പൂൺ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ഇളം ചൂടുവെള്ളം ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് കൈവച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാം. നമുക്ക് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇത് നന്നായിട്ട് കൈവച്ച് കുഴച്ച് നല്ലോണം സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം ഇതേപോലെ ഒരു സേവനാഴി എടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ഹോൾസുള്ള സേവനാഴിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് വലുപ്പത്തിലുള്ള ഹോൾസ് ഉള്ള ഇത് എടുക്കരുത്, തട്ടെടുക്കരുത്. ഒരു മീഡിയം ലെവലിലുള്ളത്, ഒരുപാട് തിന്നും ആവരുത് എന്നാൽ ഒരുപാട് വലുതും ആവരുത്. ഒരു മീഡിയം സൈസിലുള്ള ഹോൾസ് ഉള്ള തട്ട് വേണം ഇടാനായിട്ട്. എന്നിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ 1 ലിറ്റർ വെള്ളം, അതിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് തന്നെ വെട്ടി തിളയ്ക്കണം. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇത് പിഴിഞ്ഞ് അതിലേക്ക് ഇടാണ് വേണ്ടത്. കണ്ടു, ഇതേപോലെ നന്നായി സൂക്ഷിച്ച് ചെയ്യണം. കാരണം ഇത് കുറച്ച് ടൈറ്റ് ആയിരിക്കും. നമ്മൾ ഒരുപാട് ലൂസിലൊന്നല്ല മാവ് കുഴച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് പിഴിയുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് സൂക്ഷിച്ച് തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ സൂക്ഷിച്ചൊന്ന് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അതങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നമ്മൾ തിളച്ച വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ കിടന്നിട്ട് ഒരു 5 മിനിറ്റ് അത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇവിടെ മാവ് മൊത്തം ഞാൻ ഒറ്റൊരു ട്രിപ്പിൽ തന്നെ ഇത് മേലേക്ക് ആയിട്ട് തന്നെയാണ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. അത് ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടോ, ഇനി നമുക്ക് ഇതിനൊരു 5 മിനിറ്റ് ഈ തിളച്ച വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ ഉള്ളൊരു കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, അത് പൊട്ടി പോകുന്നൊന്നുമില്ല. നമുക്കിനി ഇതിനെ വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്തതിന് ശേഷം നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. തണുത്ത വെള്ളത്തിൽ ഇടണമെന്നൊന്നുമില്ല. സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിലേക്ക് അതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതും കൂടെ ഇട്ടിട്ട് ഇതേപോലെ വെള്ളത്തിൽ ഇതേപോലെ ഒരു 5 മിനിറ്റ് സാധാ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കിതിനെ നന്നായിട്ട് ഊറ്റിയെടുക്കാം. കണ്ടോ, ഇതേപോലെ ഒന്ന് ഊറ്റി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് നൂഡിൽസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു സവാള ഇട്ട് കൊടുക്കാം. ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു ക്യാരറ്റ്, വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഗ്രീൻ പീസ് വേവിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ മുട്ട ഇതേപോലെ ഒന്ന് കുത്തിപ്പൊരിച്ചതിലൊന്ന് ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നൂഡിൽസ് തയ്യാറാക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കുറവ് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനൊന്ന് വേവാനായിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് തുറന്ന് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് വേവ് കറക്റ്റ് ആയിട്ടില്ല. കുറച്ചും കൂടെ വേവാനായിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ കുറച്ചും കൂടി ഒന്ന് വേവാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി വന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് അല്ലെങ്കിൽ ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഒട്ടും തന്നെ വെള്ളമില്ലാത്ത രീതിയിൽ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒക്കെ വേർതിരിഞ്ഞ് തന്നെയാണ് കിടക്കുന്നത്. നമ്മൾ മേടിക്കുന്ന നൂഡിൽസ് പോലെ തന്നെ ഒക്കെ സെപ്പറേറ്റഡ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഒട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ പൊട്ടിപ്പോവുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നൂഡിൽസ് മസാല ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ നൂഡിൽസ് മസാല ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, എല്ലായിടത്തേക്കും ഒരേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ്, അതായത് ഹോം മെയ്ഡ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ധൈര്യമായിട്ട് കുട്ടികൾക്കൊക്കെ ഒരു പേടിയും കൂടാണ്ട് തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. ഒരുപാട് മെനക്കേട് പിടിച്ച പണിയൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നൂഡിൽസ്. അതും ആട്ടയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹെൽത്തിയുമാണ്. അതുപോലെ ഇതിൽ മസാല ചേർത്തിരിക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള മസാലകൾ മാത്രമാണ് ചേർത്തിരിക്കുന്നത്. പുറത്തുനിന്ന് മേടിക്കുന്ന അതേ രുചിയിൽ തന്നെ നൂഡിൽസ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ എന്നെ അറിയിക്കാം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ദിവസം പുതിയൊരു അടിപൊളി വിഭവമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.